നമ്മളൊരു കടയിൽ പോയിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതിന് ക്വാളിറ്റി കുറവോ ഇല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചോദിക്കാന്നുള്ള അവകാശം നമുക്കുണ്ട്. ആസ് എ കസ്റ്റമർ നമുക്കതിനുള്ള അവകാശമുണ്ട്. ഇതാണ് പ്രശ്നം. അതായത് 3 ചിക്കൻ സാൻഡ്വിച്ചോ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ സാധനം വാങ്ങിച്ചു. 2 എണ്ണം ഓക്കെ ആണ്. അതിൽ ഒരെണ്ണത്തിനകത്ത് ക്വാണ്ടിറ്റി കുറവാണ്. ആ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ എങ്കിൽ പോലും മേ ബി അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ലെന്നേ ഇതിനകത്ത് ക്വാണ്ടിറ്റി കുറവാണെന്ന്. അതായത് ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് മേ ബി വിചാരിക്കാം. 3 എണ്ണം വാങ്ങിച്ചു. അതായത് നമ്മൾ 3 ചായ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 3 ചായ 2 ചായ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള രീതിയിലുണ്ട്. ഒരു ചായ പകുതിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ? അപ്പോൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വമില്ലേ ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക്? പക്ഷെ അത് ചോദിച്ചില്ല. അതിന് പകരം വയലൻ്റായി കത്തിയെടുത്തു എന്നുള്ള രീതിയിലാണ് ഈ കുട്ടികൾ പറഞ്ഞത്. ചെക്കിങ്ങിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പം ഇത് ചോദിക്കാന്നുള്ളത് നമ്മുടെ അവകാശം. ഔദാര്യത്തിനൊന്നും അല്ലല്ലോ ചെല്ലുന്നത്, കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ടാണ് ചെല്ലുന്നത്. പൈസ കൊടുത്തിട്ടുള്ള ഈ സാധനം വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പം സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ചോദിക്കണം. അന്നേരം ഈ കത്തിയെടുത്ത് വീശുക എന്ന് പറയുന്നത് എന്ത് ലോജിക്കാ അത്? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഈ വടിവാള് വീശുന്നവനെയൊക്കെ എങ്ങനെ മാനേജറായിട്ട് വെക്കാൻ പറ്റുക? ഇത് കുട്ടികളോ ആയിക്കോട്ടെ, അത് ചെറിയ പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും കാശ് കൊടുത്തല്ലേ സാധനം വാങ്ങിക്കുന്നത്. കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിന് അതിൻ്റെതായ ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ സാധാരണ കൊടുക്കുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ 3 സാധനത്തിന് 3 രീതിയിലുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ ചോദിക്കണമല്ലോ. 3ന് ഒരേ റേറ്റല്ലേ വരുന്നത്. അല്ലാതെ ചിക്കൻ കുറഞ്ഞു പോയ സാൻഡ്വിച്ചിന് ഇത്ര റേറ്റ്, ചിക്കൻ കൂടിയ സാൻഡ്വിച്ചിന് ഇത്ര റേറ്റ് എന്നല്ലല്ലോ പറയുന്നത്, അല്ലേ? അത് കൊടുക്കാനുള്ള ബാധ്യത വേണം. ഒന്നെങ്കിൽ അത് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കണം. ഇനി ആ ഒരു സാൻഡ്വിച്ചിന് പ്രശ്നമാണെങ്കിൽ അടുത്ത കൂട്ടിനെ കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതല്ലേ ചെയ്യണ്ടേ? അത്രയും ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് ഈ കത്തിയെടുത്ത് വീശുക. ഉടനെ ഈ പിള്ളേരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്ന് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് വല്ല കാര്യമുള്ള കാര്യമാണോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതിലും എത്രയോ സമാധാനപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ആക്കാനുള്ള എത്രയോ മാർഗങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാതെ എല്ലാത്തിനെയും ഈ പറയുന്ന വൈകാരികമായിട്ട് ഡീൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ കുറെ നാളായിട്ട് നടക്കുന്ന എല്ലാം ഇത്തരത്തിലുള്ള കാര്യമാണ്. ഇപ്പം ഇത് പോട്ടെ, ഈ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വിടാം. അതായത് കല്യാണ സദ്യക്ക് പോകുമ്പോൾ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ വിട്ടേക്കാം. കാരണം അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതൊന്നും അല്ല, അത് പോട്ടെ എന്ന് വെക്കാം. ഇത് നമ്മളൊരു കടയിൽ പോയി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് നമുക്ക് കഴിക്കാൻ ഒരു ഭക്ഷണം വാങ്ങിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് 2 പേരുടെ ഭക്ഷണത്തിന് നോർമൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ ഒരാളുടെ സെയിം റേറ്റ് സെയിം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ ചോദിക്കണ്ടേ? ആ ചോദ്യമാണ് പ്രശ്നമായി പോയത്. അന്നേരത്തേനും ഈ ഇവിടെ വാടാ അവിടെ വാടാന്ന് പറഞ്ഞ് കത്തിയെടുത്തോണ്ട് വന്നു, കിച്ചണിൽ നിന്ന് കത്തിയെടുത്തോണ്ട് വന്ന് വീശിയ ഈ പിള്ളേർക്കിട്ട് കൊണ്ടായിരുന്നെങ്കിലോ? അവരെന്തോ അത്ലറ്റിക് മീറ്റിന് എന്തോ വന്ന പിള്ളേരാ. അവർക്കെന്താ എന്തെങ്കിലും അപകടം പറ്റിയായിരുന്നെങ്കിലോ? അവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇങ്ങനെയുള്ള ഷോപ്പുകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ കുറച്ചും കൂടെ വെളിവും വെള്ളിയാഴ്ച ഉള്ളവന്മാരെ വെക്കണം.